വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവർ. ഇന്ന് മാധ്യമങ്ങളിലൊക്കെ വളരെ ഷോക്കിംഗ് ആയ ഒരു വാർത്ത കണ്ടു. ആ വാർത്ത നിങ്ങളും കണ്ടിട്ടുണ്ടാവണം. ആ വാർത്ത ഒന്ന് കാണാം. മലപ്പുറത്ത് പിതാവിന്റെ കാർ മകൻ കത്തിച്ചു. കാറിന്റെ താക്കോൽ പിതാവ് നൽകാതിരുന്നതാണ് കാരണം. മലപ്പുറം കൊണ്ടോട്ടി നീറ്റാണിമൽ ഡാനിഷ് മിൻഹാജ് എന്ന 21 വയസ്സുകാരൻ അറസ്റ്റിലായിട്ടുണ്ട്. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഒരു പിതാവിന്റെ വീട്ടിലുള്ള സ്വന്തം കാറ് മകൻ തന്നെ അഗ്നിക്കിരയാക്കാം. അപ്പൊ ഈ ഒരു 21 വയസ്സുള്ളൂ മിൻഹാജ്, ഡാനിഷ് മിൻഹാജ് എന്ന മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കാരനാണ്. ഇവർ ഈ പിതാവിന്റെ കാറിന്റെ കീ ചോദിച്ചു. ഇവൻക്ക് ലൈസൻസ് ഇല്ലാത്തത് കൊണ്ട് ഈ പിതാവ് കീ കൊടുത്തില്ല. ലൈസൻസ് ഇല്ലാത്തത് കൊണ്ട് മാത്രമായിരിക്കില്ല, ഒരു പക്ഷേ ഇവന്റെ പല രീതികളോടും പിതാവിന് വിയോജിപ്പുണ്ടാവും. ഇവർ ഈ കാറ് കിട്ടാത്ത ദേഷ്യത്തിന് ചെയ്തത് എന്താണ്? ബൈക്കിൽ നിന്ന് പെട്രോൾ എടുത്തിട്ട് കാറിൽ ഒഴിച്ചിട്ട് കാറ് പൂർണ്ണമായിട്ട് കത്തി നശിപ്പിച്ചു. ഈ വീടിൻ്റെ പോർച്ചറിന് കേടുപാട് പറ്റി കാറ് പൂർണ്ണമായിട്ട് അഗ്നിക്കിരയായി. ഈ പിതാവ്, ഇതൊരു മകൻ്റെ തോന്നിവാസം എന്നത് മാത്രമല്ല, ഈ ഒരു പിതാവ് പോലീസിൽ പരാതി കൊടുത്തു. ഇന്ന് ഈ മകൻ അറസ്റ്റിലാണ്. നമ്മുടെ മക്കള് മാതാപിതാക്കളെ ധിക്കരിക്കുന്ന ഒരു രീതിയും അവരോട് ബിഹേവ് ചെയ്യുന്ന രീതിയൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇത് നടന്നത് ഇന്നലെ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇതെനിക്ക് വളരെ വലിയ ഷോക്കിംഗ് തോന്നി. എന്തുകൊണ്ടാണ് ഈ മകൻ ഈ രീതിയിൽ ബിഹേവ് ചെയ്തത്? അപ്പോൾ അവിടെ ബൈക്കുണ്ട്, കാറുണ്ട്. പലപ്പോഴും ഈ മകൻ കാർ എടുത്ത് കൊണ്ടുപോയിട്ട് കാറുമായിട്ട് പോകുന്നൊരു പോക്ക്, അതിൻ്റെ രീതിയൊന്നും പിതാവിന് ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ പോലീസിന് പരാതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇന്ന് എല്ലാ ചാനലുകളും ഈ വിഷയമുണ്ട്. ഞാൻ ഇതിൻ്റെ തെറ്റും ശരിയും ഇതിലപ്പുറം നമ്മുടെ മക്കൾ എന്തുകൊണ്ട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് ശരിക്കൊന്ന് ചിന്തിക്കണം. നമ്മുടെ മക്കൾക്ക് നമ്മൾ എല്ലാ സൗകര്യങ്ങളും ഒക്കെ ശരിയാക്കി കൊടുക്കുകയാണ്. പക്ഷെ അവർക്കൊരു പ്രായത്തിൽ കവിഞ്ഞതിലപ്പുറം സൗകര്യങ്ങൾ കിട്ടുമ്പോൾ അവരുടെ ബിഹേവിയർ, ഈ അടുത്താണ് ഞാൻ എനിക്ക് പരിചയമുള്ള ഒരു കുടുംബത്തിൽ ചെറിയ കുട്ടികളാണ്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ. വീട്ടിൽ നിന്ന് ബൈക്ക് എടുത്ത് പോവാൻ ആ ഒരു വീട്ടുകാർ പലതവണ വിലക്കിയിട്ടും ഇവൻ പറഞ്ഞത് കേൾക്കാതെ ബൈക്ക് എടുത്ത് പോയി. ബൈക്ക് ഓടിക്കാൻ അറിയാം. നേരെ ചെന്ന് വീടിൻ്റെ മുൻപിൽ ചെന്നിട്ട് പെടുന്നത് പോലീസിൻ്റെ മുൻപിലാണ്. ഇത്രയും ചെറിയൊരു കുട്ടി ബൈക്ക് ഓടിക്കുന്നത് കണ്ട പോലീസ് തടഞ്ഞു നിർത്തി. ഉടൻ തന്നെ രക്ഷിതാക്കളെ വിളിപ്പിച്ചു. 35,000 രൂപ ഫൈന് കൊടുത്തു. വളരെ നല്ലൊരു കാര്യം. ഇത്തരം നമ്മുടെ നാട്ടിൽ പലപ്പോഴും കുട്ടികൾ എന്ത് തീരുമാനിക്കുന്നോ അതിൻ്റെ പിന്നാലെ പോകേണ്ടി വരുന്ന രക്ഷിതാക്കളുണ്ട്. ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചാൽ നമുക്കെല്ലാ സൗകര്യങ്ങളും കിട്ടി, പക്ഷേ നമ്മുടെ മക്കൾക്ക് കിട്ടേണ്ടുന്ന തിരിച്ചറിവ് കൊടുക്കാൻ രക്ഷിതാക്കൾക്ക് കഴിയുന്നില്ല. മക്കളത് ആ രീതിയിൽ ഉൾക്കൊള്ളുന്നില്ല. നമുക്കിന്ന് പഴയ പോലെയുള്ള പട്ടിണി കിടന്ന് കപ്പ തിന്നേണ്ട അവസ്ഥയല്ല, ചക്ക തിന്നേണ്ട അവസ്ഥയല്ല. നമുക്ക് ഭക്ഷണത്തിന് ഭക്ഷണമുണ്ട്, അൽഫാമിന് അൽഫാമുണ്ട്, മന്തിക്ക് മന്തിയുണ്ട്. നമുക്കെല്ലാ സൗകര്യങ്ങളും, ഭൗതികമായ സൗകര്യങ്ങളുണ്ട്. നമ്മൾ മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ട്, കുട്ടികളെ നിസ്കരിക്കാൻ വിളിക്കുന്നുണ്ട്. പക്ഷേ ഇതിലപ്പുറം ഒരു വ്യക്തി ആദ്യവും അവസാനമായിട്ട് മനസ്സിലാക്കാനുള്ളത് ആളുകളോട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതാണ്. ഇത് രക്ഷിതാക്കളോട് എങ്ങനെ, വാപ്പാനോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, ഉമ്മാനോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, കുടുംബത്തിലെ പെണ്ണുങ്ങളോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, ഇവിടെയാണ് നമ്മൾ തെറ്റിപ്പോണത്. ഇപ്പോൾ ഈ സിനിമാ മേഖലകളിലൊക്കെ എന്താ പറയുക, ഈ ലൈംഗികമായ ആരോപണങ്ങളൊക്കെ എങ്ങനെ ഒരു സ്ത്രീയോട് പെരുമാറണം എന്നറിയാത്തതിന് പ്രശ്നമാണ്. ജോലി സ്ഥലത്ത് വരുന്ന ഒരാളോട്, കൂടെ കോവർക്കേഴ്സ് ആയിട്ടുള്ള ആളോട് എങ്ങനെ പെരുമാറണം എന്നറിയാത്തത് കൊണ്ടാണ് ഈ തലമുറയിലെ ആളുകൾ ഈ പാടിലൊക്കെ പോയി പെടുന്നത്. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ആദ്യം ചെയ്യേണ്ടത് മക്കളുടെ സ്നേഹം കൈപ്പറ്റാൻ എന്താ ചെയ്യുക എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് അവർ പറയുന്നത് മുഴുവൻ അനുസരിക്കുക എന്നുള്ളത് ഒട്ടും ശരിയായ പേരൻറ്റിങ്ങിൻ്റെ ഒരു മെത്തേഡല്ല. കുട്ടികൾ പറയുന്നത് എന്തും അനുസരിക്കുക, കുട്ടികൾക്കൊക്കെ കിട്ടുക, എല്ലാം സാധ്യമാവുക എന്നുള്ളത് ഒരു നല്ല പേരൻറ്റിങ്ങിൻ്റെ മെത്തേഡേ അല്ല. എന്നാൽ പിന്നെ അവർ പറയുന്നത് മുഴുവൻ റിജക്റ്റ് ചെയ്യുക എന്നുള്ളത് ശരിയാണോ? അതുമല്ല. ഓരോ പ്രായത്തിനും അനുസരിക്കുന്ന രീതിയിൽ കിട്ടേണ്ടുന്നത് കൊടുക്കേണ്ടത് കൊടുക്കാതിരിക്കാം. കുട്ടികൾ 10ാം ക്ലാസ് കഴിയുമ്പോഴേക്കും ഫോണ് കിട്ടുന്ന കുട്ടികൾ, ആൺകുട്ടികളാണെങ്കിൽ അവർക്ക് ബൈക്ക് കിട്ടാം. അവർക്ക് ലൈസൻസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് നോട്ടമില്ല. എന്തെങ്കിലും കേസിൽ വന്നാൽ തന്നെ അത് ഞാൻ നോക്കിക്കോളാടാ, നീ പോയിട്ട് എടുത്തോ എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് ചെയ്യുന്ന, തെറ്റായ കാര്യത്തിലേക്ക് സപ്പോർട്ട് ചെയ്യുന്ന രക്ഷിതാക്കളാണ് നമ്മുടെ കുടുംബത്തൊരു പ്രശ്നം. ഈ കൊണ്ടോട്ടിയിലെ പ്രശ്നമല്ല മാത്രമല്ല ഞാൻ പറയണത് കേട്ടോ. അപ്പം അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ആ കുട്ടിയുടെ ഒരു പക്ഷേ മാനസിക നിലയൊക്കെ പരിശോധിക്കേണ്ടി വരുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു പെട്രോളൊക്കെ എടുത്തിട്ട് ഒരു കാറ് കത്തിക്കാൻ മാത്രം ആ പിതാവിനോട് എന്താണ് ഈ കുട്ടിക്കൊരു വിരോധമുള്ളത്, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് കുട്ടിയെ കൊണ്ടെത്തിച്ചൊരു പ്രകോപനം എന്താണ് എന്നുള്ളതൊക്കെ അന്വേഷണത്തിൽ വരേണ്ടുന്ന കാര്യങ്ങളാണ്. നമ്മൾ അങ്ങനെ ഒരു വിഷയത്തിനെ കുറിച്ച് പറഞ്ഞല്ല, ഈ ഒരു വാർത്ത കണ്ടപ്പോൾ ഒരു ഞെട്ടൽ പറഞ്ഞതാണ്. ഇത് പല കുടുംബങ്ങളും സംഭവിക്കുകയാണ്. വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കാശ് ചോദിച്ചാൽ കിട്ടിയില്ലെങ്കിൽ കാശ് കക്കണ മക്കളുണ്ട്, കാശ് കട്ടെടുത്തുകൊണ്ടുപോകും.
ഉമ്മാനോടൊക്കെ എടി പൊടി എന്നൊക്കെ വിളിക്കണ മക്കളുണ്ട്. ഇവരൊക്കെ ഇവിടുന്ന് ഒന്ന് ഈ സിനിമകളും റീൽസുകളും ഉണ്ടല്ലോ, അതിന് തെറ്റായ പാഠങ്ങളാണ് പഠിക്കുന്നത്. ഏതായാലും ഈ സംഭവം കണ്ടപ്പോൾ ഭയങ്കര ഷോക്കിംഗ് ആയി. ആ പിതാവ് തൻ്റെ മകൻക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിലും ആ പിതാവ് അനുഭവിക്കുന്ന ഒരു വേദന ഉണ്ട്. പടച്ചോനെ എൻ്റെ മോൻക്കെതിരെ, മോൻ നേരാവാനാവും അത് കൊടുത്തിട്ടുണ്ടാവാം. ഏതായാലും ആ കുട്ടികൾക്ക് നല്ല മനസ്സ് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു വാർത്ത നിങ്ങളും കണ്ടിട്ടുണ്ടെന്ന് കരുതുന്നു. കൂട്ടത്തിൽ നിന്ന് ചോദ്യമുണ്ട്. ഇപ്പോൾ ഈ ഒരു ചോദ്യം, നമ്മൾ ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ വരുന്നുണ്ടല്ലോ, ഈ ലൈംഗിക ആരോപണങ്ങൾ, ഇതിലൊക്കെ സത്യമുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇത് ഈ പല സ്ത്രീകളും പറയുന്ന പരാതികളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ആ സിനിമാ നടൻ സിദ്ദീഖിനെതിരെ ജാമ്യമില്ല കുറേ കേസ് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ പല രീതിയിലൊക്കെ കേസൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ പറയുന്ന മീറ്റു ആരോപണങ്ങളൊക്കെ സത്യസന്ധമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.